ഫസ്റ്റ് ടൈം പണിയെടുക്കണ വീഡിയോ ഇട്ടിന് ആ വീഡിയോ നല്ല വൈറലായിട്ട് നമ്മുടെ മീഡിയ വന്നോ അതെ മീഡിയന്റെ പേര് അതെ ലൈവ് നെറ്റ് TV വന്നോ നിങ്ങൾ കാട്ടി കൊടുക്കുക കേട്ടോ. ഹായ് മുബാറക് ഭായ്, വെൽക്കം. ലൈവ് നെറ്റ് TVക്ക് ജാസ്തി സ്വാഗതം. ഈ ജാസ്തി എവിടെ നിന്ന് കിട്ടി? ജാസ്തി അങ്ങനെ പറഞ്ഞിട്ട് ഇഷ്ടമായി, എല്ലാ വീഡിയോസിലും കാണാം ജാസ്തി ജാസ്തി. എല്ലാ ആൾക്കാർക്കും ജാസ്തി സ്വാഗതം. ഞാൻ ഇന്ന് പനി സൈഡിൽ പനി കഴിഞ്ഞിട്ട് നമ്മളുടെ ഇന്ത്യ ഫോളോവേഴ്സ് ചെറിയ ചെറിയ കുട്ടികൾ കണ്ടോ ഒക്കെ ഇന്ത്യ ഫോളോവേഴ്സ് ഒരുപാട് മില്യൺ വ്യൂസ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് എപ്പോഴെങ്കിലും തുടങ്ങാൻ പറ്റുമെന്ന് കേരളത്തിലേക്ക് വന്നപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല ഞാൻ വിചാരിച്ചില്ല. അതെ ഫസ്റ്റ് ടൈം ഞാൻ ഇൻസ്റ്റഗ്രാം ഡൗൺലോഡ് ആക്കിയിട്ട് വെച്ചിന് മൊബൈലിൽ. ഇൻസ്റ്റഗ്രാം നോക്കും അങ്ങനെ ആക്കും. പിന്നെ നമ്മളുടെ ഒരു സുഹൃത്ത് പറഞ്ഞ എൻ്റെ നമ്മളുടെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാർ പറഞ്ഞത് നിങ്ങൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ അയച്ചോ. പിന്നെ അവർ അയച്ച് പിന്നെ അങ്ങനെ വൈറലാണ് വിചാരിച്ചില്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഇത്ര നേരത്തെ 3 ആഴ്ചന്റെ ഉള്ളിലെ 10,000 ഫോളോവേഴ്സ് ആയി. നിങ്ങളുടെ എത്ര സ്നേഹം കിട്ടി നമുക്ക് മലയാളീസിന്റെ സ്നേഹം എന്റെ ലൈഫിൽ നമുക്ക് കിട്ടില്ല അങ്ങനെ സ്നേഹം. ഈ ഭാഷ നല്ല ഇഷ്ടം നമുക്ക് കേരള മലയാളം ഭാഷ. പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് ഈ ഭാഷ പഠിക്കണം, ഇതിന്റെ വീഡിയോ ഉണ്ടാക്കിയിട്ട് പഠിക്കണം. വീഡിയോ ഉണ്ടാക്കിയാൽ നമുക്ക് പഠിക്കാൻ കഴിയും. ആൾക്കാർ കോമെന്റ് ആക്കും, പിന്നെ നമുക്ക് പഠിക്കാൻ കഴിയും. തെറ്റിപ്പോവും പിന്നെ ശരിയാവും. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങി. ഞാൻ ഇന്ന് പനി സൈഡിൽ പനി കഴിഞ്ഞിട്ട് നമ്മളുടെ ഇന്ത്യ ഫോളോവേഴ്സ് ചെറിയ ചെറിയ കുട്ടികൾ കണ്ടോ ഒക്കെ ഇന്ത്യ ഫോളോവേഴ്സ്. ഇപ്പൊ എഴുതാനും വായിക്കാനോ ഒക്കെ അറിയാവോ? ഇല്ല അതറിയില്ല, പറയാറിയ ഒന്നും അറിയാം. ഇതറിയില്ല, വൈക്കാറില്ല, ഒന്നും അറിയില്ല. കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? കേരളത്തെ എല്ലാ ഇഷ്ടം നമുക്ക് എല്ലാം ഇഷ്ടം. അതിനെ ഞാൻ വിചാരിച്ച് അത് ഈ കേരളത്തെ ഞാൻ അവിടെ നിൽക്കും, വീടുണ്ടാകും, ഫാമിലി കൊണ്ടുവന്നു. അവിടെ ഫാമിലി കുട്ടി അവിടെ സ്കൂളിൽ പഠിക്കണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഇഷ്ടം, ഗവൺമെൻറ് എല്ലാ ടീച്ചർമാർ ആൾക്കാർ നല്ല ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഫാമിലി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന്. എൻ്റെ കുട്ടിൻ്റെ ഇന്നെ സ്കൂൾ പൂട്ടിനി, ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ പൂട്ടി. പിന്നെ അവിടെ കേരള ടീച്ചർമാർ ഇത്ര സ്നേഹമാക്കിയിട്ട് എല്ലാ ആൾക്കാർക്കും ഫോട്ടോ തന്നെ. ആ ഫോട്ടോ നിങ്ങളുടെ കാട്ടിത്തരാം. ഇത്ര സ്നേഹം എവിടെ കിട്ടും? നല്ല സ്നേഹത്തോടെ മിസ്സാക്കും. അത് എന്റെ കുട്ടി ഒക്കെ മലയാളം പഠിച്ച് സ്നേഹത്തോടെ വിദ്യാഭ്യാസം ഒക്കെ നല്ല അടിപൊളി. നമ്മളുടെ നാട്ടില് ഇത്ര ഇല്ല. എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല ഞാൻ പ്രേമിച്ച ടൈം കിട്ടുന്നില്ല. ഫുൾ ബിസി. 20 ഏജായി. ആ ടൈമിൽ എന്റെ ഇപ്പ നമുക്ക് പിടിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു. അല്ലേ വഴിതെറ്റി പോകുന്ന അച്ഛൻ അറിയായിരുന്നു, അതാ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു. കേരളത്തിലേക്ക് വന്നതിന് ശേഷം മലയാളി പെൺകുട്ടികളെ എപ്പോഴെങ്കിലും പ്രേമിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇതുവരെ. എന്താ ഞങ്ങൾ മലയാളി പെൺകുട്ടികൾ അത്ര മോശമാണോ? അല്ല മോശമില്ല. മലയാളം പെൺകുട്ടി അടിപൊളി ആൾക്കാര് ഒക്കെ അടിപൊളി ഗ്ലാമർ, നല്ല ഗ്ലാമർ. ഇപ്പൊ ഭാര്യയല്ലേ, ഭാര്യ ഉള്ളത് കൊണ്ട് വേറെ ആരെയും പ്രേമിക്കുന്നില്ല. പറ്റൂല. നമുക്ക് ഒന്നേ മാത്രം മതി. മരിച്ചു പോയില്ലേ, അത് ഒന്നേ എടുത്തിട്ട് നമുക്ക് നിർത്തണം പരിപാടി. മരിച്ചു പോകണം, വേറെ പ്രേമിക്കാൻ പറ്റൂല. അതില് വേറെ പ്രേമിച്ചാലേ എത്ര സുഖം കിട്ടൂല, നമ്മളുടെ ജീവൻ മോശമായിട്ട് പോകും. ഒരാളിലാണ് എപ്പോഴും സുഖം ഉണ്ടാവുക. ഇപ്പം ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കാണാം ബോച്ചയുടെ എയർ ബസ്സിലേക്ക് കയറുന്ന ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. ബോച്ചേനെ കണ്ടോ? ബോച്ചനെ കണ്ടില്ല. കാണാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഞാൻ സ്വപ്നം കാണും, ബോച്ചനെ നമുക്ക് വിളിക്കും, പോവും, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നോക്കട്ടെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നല്ല ആഗ്രഹമുണ്ട്. ബോസൊക്കെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ആൾക്കാരുടെ കൂടെ പോയില്ലേ നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഉണ്ടാക്കണവരെ നല്ല ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. നോക്കട്ടെ അല്ല എന്താ ചെയ്യാ. ഇപ്പം ഇതേപോലെ തന്നെ മില്യൺ ഓഫ് വ്യൂസ് കിട്ടിയ ഒരു ഷോർട്സ് ഞാൻ പറയട്ടെ. ഇവിടെ ഇരുന്ന് ഈ ഒരു സൈറ്റിൽ നിന്ന് എടുത്ത് അത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരാൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പണിയെടുക്കാൻ ഭയങ്കര സുഖമാണ്. ഞാൻ 20 ദിവസം ലീവ് ആക്കിയിട്ട് നമുക്ക് എത്ര സുഖം കിട്ടില്ലേ ലീവില്. നമുക്ക് പണിയിൽ ആരെങ്കിലും പണിയെടുത്തിട്ട് നല്ല സുഖം. എത്ര സുഖം എന്തിനെ. അതെന്താ അങ്ങനെ? നമുക്ക് പണിയെടുക്കാൻ നല്ല ഇഷ്ടം, സത്യം പറയുന്നുണ്ട്. അടിപൊളി. നമുക്ക് പണിയെടുത്തില്ലെങ്കിൽ നമുക്ക് സുഖം കിട്ടൂല, ഭയങ്കര ടെൻഷൻ ആവും. പണിയെടുത്താലും നമുക്ക് സുഖം കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് എത്ര ആൾക്കാരെ വിളിച്ച് അങ്ങനത്തെ വാ ഞാൻ പോയില്ലേ. പണി ഫസ്റ്റ്, പിന്നെ വേറെ. അതെ. ഇപ്പൊ നാട്ടിലേക്ക്, കൊൽക്കത്തയല്ലേ നാട്, നാട്ടിലേക്ക് പോകുമ്പോൾ പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കണേ? ഈ ഒരു സുഖം കിട്ടില്ലല്ലോ. അല്ല ഞാനത് നാട്ടില് ഞാൻ നിക്കൂല, അത്ര നിക്കല്ല. ഞാനിപ്പോ ഭാര്യയൊക്കെ നാട്ടിലാക്കാൻ പോയിന്. 5 ദിവസം നാട്ടിൽ നിന്ന് 5 ദിവസം പിന്നെ വരുന്നത്. ഇന്നലെ നമുക്ക് ഒരു കുട്ടി ഫോൺ വിളിച്ചിട്ട്, എന്റെ കുട്ടി
എൻ്റെ കുട്ടി ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ കേരളത്തിൽ ഉണ്ടെങ്കിൽ നല്ലതായി എൻ്റെ ഇപ്പ റെസ്റ്റോറൻറ്റ് കൊണ്ടുപോകും കറങ്ങ കൊണ്ടുപോകും നല്ല ഹാപ്പി കേരള അതെന്റെ നമുക്ക് എൻ്റെ കുട്ടി അവർക്കും കൊൽക്കത്തയേക്കാളും ഇഷ്ടം എനിക്ക് തോന്നുന്നു കേരളമാണ് അല്ലേ? ആ കേരള ഇഷ്ടം. പിന്നെ എന്റെ കുട്ടിക്കോ എന്റെ ഭാര്യക്കോ എടുത്തിട്ട് പണംല അരങ്ങി. പിന്നെ എന്റെ കുട്ടി പറയണ്ടേ അമ്പൽ പൂ വേണം. പിന്നെ ഞാൻ വെള്ളംല അരങ്ങി. പിന്നെ ഞാൻ എന്റെ ഭാര്യക്ക് ഐ ലവ് യു പറഞ്ഞു. പിന്നെ ജാസ്തി സന്തോഷായി. എന്റെ ഭാര്യ സന്തോഷായി. ഭാര്യ എന്റെ സന്തോഷം കണ്ടിട്ട് എന്റെ കുട്ടി സന്തോഷായി. ഉപ്പാനെയും ഉമ്മാനെയും നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? അല്ലേ ഞാൻ ചോദിച്ചു പക്ഷെ അതൊന്നുമില്ല. വീട്ടില് നമ്മളെ പശുണ്ടോ ആടുണ്ടോ അത് വെച്ചിട്ട് വേറെ എല്ലാ ആൾക്കാർക്കും ഞാൻ പറഞ്ഞു അതെ കേരളത്തിൽ പോവും, കേരളത്തെ ഭൂമി റെഡിയാക്കും, ഭൂമി വാങ്ങും, വീടുണ്ടാക്കും, ഒക്കെ കേരളത്തെ സെറ്റിൽ ആവും അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ നമ്മളുടെ നാട്ടിൻ്റെ ആൾക്കാർ പറയാ മുബാറക്ക് ഇപ്പോൾ കേരളന്റെ ആൾക്കാർ അങ്ങനെ പറയണ്ടേ. ഇപ്പൊ മറ്റേ ഈ വൈറൽ വീഡിയോ അല്ലേ എല്ലാ ആൾക്കാരും കണ്ടിട്ട് നല്ല സന്തോഷമായി. ഭാര്യ നാട്ടിലുള്ള സമയത്തല്ലേ അതെ അപ്പൊ ഭാര്യയുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? അല്ലേ ഭാര്യ അവിടെ ഉണ്ടായിനി ആ ടൈമില്. പിന്നെ നമുക്ക് ഭാര്യ നല്ല അതെ സ്നേഹമാക്കി നമുക്ക് വീഡിയോ എഡിറ്റ് ആക്കാനാ. പിന്നെ ചെറിയ ചെറിയ മാറ്റം അതായത് ക്യാപ്ഷൻ ഇതുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പഠിക്കാൻ അറിയില്ല. എൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ നല്ല ആയിട്ട് നമുക്ക് നന്നായിട്ട് റെഡിയാക്കും ആൾക്കാർ നല്ല സഹായമാക്കും നമുക്ക് വീഡിയോ എഡിറ്റ് ആക്കാനാ നല്ല നല്ല അടിപൊളി. അങ്ങനത്തെ പോലെ ഭാര്യ കിട്ടി നമുക്ക് എൻ്റെ ഭാഗ്യം. ഭാര്യയാണ് എൻ്റെ എല്ലാ വിജയങ്ങൾക്കും. കേരളത്തിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? നമുക്ക് അത് ചോറ് സാമ്പാർക്കറി അടിപൊളി നല്ല ഇഷ്ടം. നമുക്ക് 12 മണിയായി ഇപ്പൊ ചോറ് കഴിക്കാം. ചോറിലെ നമ്മളുടെ എൻ്റെ ഫേവറേറ്റ് കറി വന്നു സാമ്പാർക്കറി ഞാൻ കാട്ടി തരാം. ഉണ്ടോ സാമ്പാറുണ്ട്, മീൻ കറി ഉണ്ട്, പിന്നെ 2 മത്തി ഉണ്ട്. നമുക്ക് സാമ്പാർക്കറി നല്ല ടേസ്റ്റ് നല്ല ഇഷ്ടം. സൂപ്പർ ഒത്തിരി ടേസ്റ്റ് എന്താണ് നല്ലതാ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യക്കോ പറയാ അതെ സാമ്പാർക്കറി ഉണ്ടാക്കിക്കോ നമുക്ക് അറിയില്ലല്ലോ. പിന്നെ എൻ്റെ ഭാര്യ അതെ യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കും സാമ്പാർക്കറി ഉണ്ടാക്കും നല്ല ഇഷ്ടം അതിനെ. ആദ്യമായിട്ട് സാമ്പാറിന് എവിടെയാ കേട്ടതെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. ഫസ്റ്റ് കേരളത്തിൽ വന്നത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായത്? അത് ഞാൻ ഫസ്റ്റ് ബോംബെയില് പണിയെടുത്തിന്. ആ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ട് പണിയെടുത്തി. പിന്നെ അവിടെ ആ പണിയെടുക്കാൻ പറ്റൂല അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കേരളത്തിൽ നമ്മളുടെ എൻ്റെ ഒരു ഫാമിലി ആൾക്കാരുണ്ടായിന്. പിന്നെ ആ ഫാമിലി ആൾക്കാർക്ക് എന്നെ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഒട്ടുക വന്ന് അത് 80 രൂപ എൻ്റെ കീസെല്ലാം ഉണ്ടായിന് ആ ടൈമിൽ ബോംബെയിന്. അതെ ഞാൻ 80 രൂപ എടുത്തിട്ട് പോയിന്. 3 ദിവസം വേണം മുംബൈയിൽ വരണം കേരളത്തിൽ. പിന്നെ അങ്ങനെ 10 രൂപേൻ്റെ ഒരു ദിവസം 10 രൂപേൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കേരളത്തിൽ എത്തി. തൃശ്ശൂരിൽ ഫസ്റ്റ്. തൃശ്ശൂരാണ് ഫസ്റ്റ് എത്തിയത്. തൃശ്ശൂരിൽ എത്തിയിട്ട് ആ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മരിച്ചു പോകും പക്ഷേ ഈ ബുദ്ധിമുട്ട് ഞാൻ മറന്നു പോകില്ല. എത്ര ബുദ്ധിമുട്ടായി. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല ആ ടൈമിൽ. അതെ പഴയ ഫോൺ നിങ്ങൾക്കറിയാം സ്ക്രീൻ ടച്ച് ഇല്ല ആ ടൈമിൽ നമുക്ക് ചാർജ് ഇല്ല. പിന്നെ നമ്പർ കിട്ടണ പ്രയാസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൊബൈൽ ഓൺ ആയാലേ നമുക്ക് നമ്പർ കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ലല്ലോ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ അങ്ങനെ പോയിനി ബസ് സ്റ്റേഷനിൽ. പിന്നെ വേറെ ആൾക്കാരിൻ്റെ ഫോൺ എടുത്തി കേരള ആൾക്കാർ. പിന്നെ ആൾക്കാർ തന്നെ പിന്നെ ഫോൺ വിളിച്ചിട്ട് അവിടെ എത്തി. പിന്നെ സമാധാനമായി. ഇപ്പം കേരളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലാത്തൊരു പണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ മുംബൈയിൽ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. മുംബൈയിൽ എന്ത് പണിയായിരുന്നു എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? മുംബൈയിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാ പണി. അത് പൂയില്ലേ കട പോയാലേ ഒരു പൂയി പണി എടുക്കണം. അത് കയർ വലിച്ചിട്ട് പൂയി പണി. അത് തോലൊക്കെ പോയിനി ഉണ്ട് ആ ടൈമില്. ചെറുത ടൈമില് 18 ഏജ് ആ ടൈമില് 18 വയസ്സിൽ കയ്യിലെല്ലാം ഈ തോലൊക്കെ പോയി. എത്ര വയസ്സ് തൊട്ട് പണിയെടുക്കാൻ തുടങ്ങിയതാ? ഞാനത് 18 ഇല്ല ഒരു വിശ്വകപ്പ് അത് ഒരു കിട്ടിയില്ല ഫസ്റ്റ് ടൈം ധോണി വിശ്വകപ്പ് കപ്പ് കിട്ടിയില്ല നമ്മളുടെ ഇന്ത്യക്കോ ആ ടൈമില് തുടങ്ങി പണിയെടുക്കുന്നതാണ്. അപ്പൊ ആ ടൈമില് ഏജിന്റെ അത് 18 അത്ര ഉണ്ടോ 18 അങ്ങനെ ഉണ്ടോ 18 വയസ്സിൽ പണിയെടുക്കാൻ തുടങ്ങിയതാണ്. ആദ്യം മുംബൈയിൽ പോയി. ഈ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? മലപ്പുറം. എല്ലാ കേരളം നല്ലതാ അടിപൊളി. പക്ഷെ 8 നല്ലതാ അതെ മലപ്പുറം. അതുകൊണ്ട് മലപ്പുറത്താണോ സെറ്റിൽ ആവുന്നത്? അവിടെ മരിച്ചു പോയില്ല ഞാൻ അവിടെ മരിച്ചു പോയി. ഇവിടെ മരിച്ചു പോകണോ? കൊൽക്കത്തയിൽ മരിക്കണ്ട. നമുക്ക് അവിടെ ഇഷ്ടമായി. പിന്നെ ഞാൻ അവിടെ നിൽക്കും. നമുക്ക് ഇഷ്ടമായില്ലേ നല്ലതാ. പൈസ ഉണ്ടെങ്കിൽ എൻ്റെ ഇപ്പൊക്കെ നോക്കാൻ കഴിയും.
പൈസ ഇല്ലെങ്കിൽ എങ്ങനെ ഇമ്മ ഇപ്പൊ നോക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഇമ്മ കുറിച്ച് നമുക്ക് പറഞ്ഞു അത് കേരളത്തിൽ നിൽക്കണ്ട. പിന്നെ കേരളത്തിൽ ഞാൻ എൻ്റെ ഇമ്മക്ക് പറഞ്ഞതാ അത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ കഴിയും. പക്ഷെ പൈസ ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്റെ അടുത്ത് നിന്നിട്ട് നോക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചു ഇവിടെ തന്നെ അവിടെ നിൽക്കും. അതെ പൈസ കൂട്ടും, പൈസ റെഡിയാക്കും. എൻ്റെ ഇമ്മ ബുദ്ധിമുട്ടായാലും ഇമ്മക്ക് കൊടുക്കും, സഹായമാക്കും. അതെ. സ്കൂളിൽ പഠിക്കാൻ പറ്റാത്തതിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ചെറുത ടൈമിലെ ഭയങ്കര ബുദ്ധിമുട്ടായിന്. നമ്മളുടെ ഫാമിലിയിലെ ഭയങ്കര ആൾക്കാർ ഒരു പൈസ ഇല്ലേ ആ ടൈമില്. പിന്നെ എൻ്റെ ഇമ്മ പറഞ്ഞതാ അത് പഠിച്ചോ പ്രശ്നമില്ല പഠിച്ചോ അങ്ങനെ പറഞ്ഞേ. പിന്നെ അതിലെ അടുക്കടുക്ക് പിന്നെ ഭയങ്കര പണി കൊടുക്കും. ആ പണി എടുത്തോ പിന്നെ പഠിച്ചോ. അത് പിന്നെ കഴിഞ്ഞില്ല. ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എവിടെ എത്തണം എന്ന് ആഗ്രഹം? അവിടെ എത്തിയിട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവിടെ കേരളത്തിൽ ഭൂമി വാങ്ങിയിട്ട് വീടുണ്ടാക്കും. എത്ര ആഗ്രഹം. ഫസ്റ്റ് കേരളത്തിലെ എല്ലാ ആൾക്കാരും ഫാമിലി കൂട്ടിയിട്ട് എല്ലാ ഞായറാഴ്ച കറങ്ങ പോവും. അതിന് നല്ല ഇഷ്ടം. നമ്മളുടെ നാട്ടിൽ അങ്ങനത്തെ പോലെ ഇല്ല. ഒരു വർഷമില്ല ഒരു ദിവസം കറങ്ങ പോയില്ലേ ഭാര്യയൊക്കെ കൂട്ടിയിട്ട് കൊണ്ടുപോയില്ലേ വേറെ ഈ പുറത്തെ ആൾക്കാർ അങ്ങനെ പറയും ഭാര്യയൊക്കെ എടുത്തിട്ട് എവിടെ പോയി അങ്ങനെ പറയാം. ഒരു വർഷമില്ല ഒരു ദിവസം പോയില്ലേ അങ്ങനെ പറയാം. പക്ഷെ നമ്മളുടെ നാട്ടിൽ ഫുൾ ടൈം റൂമിൽ നിന്നോ ചോറുണ്ടാക്കിക്കോ അവിടെ നിന്നോ ഭാര്യക്കോ അങ്ങനെ പറയാം. പുറത്ത് കറങ്ങാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. അത് നമുക്ക് ചലക്കുടി ചന്തക്ക പോകുമ്പോൾ ചന്ദന ചോപ്പുല മിൻകാരി പെണ്ണിനെ കണ്ടിനാൻ ചമ്പേലിക്കാരി മിൻ ചമീനെ പെണ്ണിനെ കൊട്ടല്ലേ നയുള്ള പാടക്കണ മീനാനെ. കലാഭവൻ മണിന്റെ ഭയങ്കര വലിയ ഫാനാണ്. ഭയങ്കര ഫാനാ. കലാഭവൻ മണിന്റെ അവിടെ പോണം നമുക്ക് ഒരു ദിവസം ആഗ്രഹമുണ്ട്. അത് എന്താ പറയാ സ്ഥലന്റെ പേര് അത് കലാഭവൻ മണിന്റെ ചാലക്കുടി ചന്തക പോകും. അവിടെ ആ പാട്ടൊന്ന് പാടുവോ? വേറെ പാട്ട് പാടാലോ? വേറെ പാട്ട് പാടി. പക്ഷെ ആ പാട്ടും കൂടി വേണം കുറച്ച് കഴിയുമ്പോ. കണ്ടിമങ്കപ്പായത്തിൽ നിന്നെ ഞാൻ കണ്ടിപ്പോൾ മാപ്പയമാകെട്ടിനി എൻ്റെ പൊന്നാരേ മാപ്പയമാകെട്ടിനി വെള്ളുംലെ പുല്ലുള്ള മിന്നൂന്ന പാവാട എത്രന വാങ്ങി തന്നു എൻ്റെ പൊന്നാരേ എത്രന വാങ്ങി തന്നു. ഒരു പാട്ടും കൂടി പാടിയാലോ നമുക്ക്? ചലക്കുടി ചന്തക്ക പോകുമ്പോൾ ചന്ദന ചോപ്പുല മിൻകാരി പെണ്ണിനെ കണ്ടിനാൻ ചമ്പേലിക്കാരി മിൻ ചമീനെ പെണ്ണിനെ കൊട്ടാലെ നയുള്ള പിടിക്കാൻ അമീനാനെ. ഈ പാട്ട് പാടുന്നില്ലേ ഈ പാട്ടിലെ ഫസ്റ്റ് ടൈം വൈറലായി ഈ സൈഡിലെ ഇപ്പൊ ഈ ചുമര ആ ടൈമിൽ ഉണ്ടോയില്ലേ താറ കെട്ടുമ്പോ. മുബാറക് ഭായിക്ക് ഇപ്പൊ ഒരു പെണ്ണിനോട് ഇഷ്ടമേ തോന്നിയിട്ടില്ല ഇതുവരെ? ഇഷ്ടം ഉണ്ട്. ഇഷ്ടമുണ്ട്. നല്ല അടിപൊളി ഇഷ്ടമുണ്ട് നമ്മുടെ നാട്ടില്. അയ്യോ എന്തൊരു ആ പെൺകുട്ടീനെ ഇപ്പൊ നാട്ടിൽ പോയപ്പോ കാണാറുണ്ടോ? ഇല്ല ഇപ്പൊ കാണൂല. ആ ടൈമില് ആ കുട്ടി കല്യാണം കഴിച്ചോ? ഒക്കെ കഴിഞ്ഞ കൊറേ കാലം മുമ്പേ. എന്നാലും ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞോ? ഇഷ്ടമായി. പക്ഷെ നമുക്കിപ്പോ ആയില്ലല്ലോ. പിന്നെ ഇപ്പൊ ആഗ്രഹമാക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ എന്റെ ഭാര്യ ആയില്ലേ. ഇപ്പൊ ഭാര്യയൊക്കെ ആയി. ഞാൻ ആ സൈഡിലേക്ക് നോക്കുന്നില്ല. ഇപ്പൊ നോക്കുന്നില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം തുറന്നു പറഞ്ഞായിരുന്നോ ആ പെൺകുട്ടി? അത് പറഞ്ഞു. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായി പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. എന്താ തല്ലിട്ടിയോ? തല്ല് കിട്ടില്ല. ആൾക്കാരെ പേടിപ്പിച്ച നമുക്ക്. ആരെ പേടിപ്പിച്ചു? മുബാറക് ഭായിനെ പേടിപ്പിച്ചോ? ആ പെൺകുട്ടി കട്ടിങ് ആക്കും അങ്ങനെ പറഞ്ഞു. ആരെ കട്ടിങ് ആക്കും? മുബാറക് ഭായിനെ കട്ടാക്കും. മുബാറക് ഭായിനെ കട്ടാക്കും. എന്നുവെച്ചാ അങ്ങനെ പറഞ്ഞതാ. പിന്നെ കഥം എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ആ വഴിക്ക് നിർത്തി. പിന്നെ ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ട് കല്യാണമായി. കല്യാണം കഴിച്ച് കൊടുത്ത് എൻ്റെ ഇപ്പ. ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത മുബാറക് ഭായിയുടെ ഒരുപാട് ധന്യവാദ്. അങ്ങനെയല്ലേ? നിങ്ങളുടെ എല്ലാ ആൾക്കാർക്കും ജാസ്തി താങ്ക് യു. 1 ലക്ഷം താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.